വിനിത വിജു കൂടി ചേർന്നു. വിനിത, ഇതിലെ പ്രശ്നം ഈ പറയുന്ന നെടുമ്പർമ്മൽ ഫിനാൻസിന്റെ ഉടമസ്ഥൻ വാർത്താസമ്മേളനം നടത്തി 2 കോടി രൂപ ആന്റോ ആന്റണി കൊടുത്തുവെന്നും 20 ലക്ഷമേ തിരിച്ചു കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞതാണ്. ആന്റോ ആന്റണി പണം വാങ്ങിയ ആരും കൊടുത്ത ആരും സ്ഥിതി, പക്ഷേ അത് 2 കോടി ഒന്നുമില്ല, വാങ്ങിയ പണം തിരികെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എത്ര പണം വാങ്ങി എന്ന ഒരു സ്ഥിരീകരണം ഇപ്പോഴും ആന്റോ പറയുന്നുമില്ല. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വ്യക്തത ഇന്ന് ആന്റോ ഡൽഹിയിൽ പറയുന്നുണ്ടോ വിനിത? ഹഷ്മി, ഇതുമായി ബന്ധപ്പെട്ട് ആന്റോ ആന്റണി 24നോട് തന്നെ പ്രതികരിച്ചിരിക്കുകയാണ്. താൻ ധൈര്യമായി ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് ആന്റോ ആന്റണി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏത് അന്വേഷണവും നേരിടാൻ താൻ തയ്യാറാണെന്നും 24നോട് ആന്റോ ആന്റണി അല്പസമയം മുൻപാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം ഈ KP ഉദയഭാനു കൂടി അതിന് തയ്യാറായിരിക്കണം, അക്കാര്യം അദ്ദേഹത്തോട് പറയൂ എന്നായിരുന്നു ആന്റോ ആന്റണിയുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ വക്കീൽ നോട്ടീസിനാണ് ആദ്യം KP ഉദയഭാനു മറുപടി നൽകേണ്ടതെന്നും അതിനുശേഷമാണ് ഈ മാധ്യമ പ്രചാരണം നടത്തേണ്ടതെന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. നിലവിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അക്കാര്യവുമായി ഇനിയും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ തനിക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്, ധൈര്യമായി തന്നെ താൻ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നും ആന്റോ ആന്റണി വ്യക്തമാക്കിയിരിക്കുകയാണ്. പക്ഷേ ഇക്കാര്യം ഉദയഭാനുവിനോട് കൂടി പറയൂ, ഏത് അന്വേഷണവും നേരിടാൻ അദ്ദേഹം കൂടി തയ്യാറായിരിക്കണമെന്ന് അദ്ദേഹത്തോട് അറിയിക്കൂ എന്നായിരുന്നു ആന്റോ ആന്റണിയുടെ പ്രതികരണം. ഹഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.